ഹലോ, നമസ്കാരം. നമുക്കൊന്നൊരു കഥയിലൂടെ ഒരു വലിയ കാര്യത്തിലേക്ക് കിടക്കാം. പണ്ടൊരു രാജാവ് അവരുടെ ഭൃത്യന്മാർക്ക് ശമ്പളം കൊടുക്കുകയായിരുന്നു. ഏറ്റവും അവസാനത്തെ ഭൃത്യൻ്റെ അടുത്ത് എത്തിയപ്പോൾ രാജാവ് ചോദിച്ചു, താങ്കൾ ഈ പൈസ കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഭൃത്യൻ പറഞ്ഞു, അടിയൻ കടം കൊടുക്കുകയും കടം വീട്ടുകയും അടിയങ്ങൾ ജീവിക്കുകയും ചെയ്യും പ്രഭു. രാജാവിന് അത്ഭുതമായി. ഇതെങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന ചോദ്യത്തിന് ഭൃത്യൻ്റെ കൂടെ ഉത്തരം പറയിപ്പിക്കാതെ രാജാവ് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്, അന്നേരം ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. കാലങ്ങൾ കഴിഞ്ഞു. രാജാവ് ഒരു ദിവസം നായാട്ടിനിറങ്ങുമ്പോൾ ഈ ഭൃത്യൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവരെല്ലാം ആശ്ചര്യപൂർവ്വം സന്തോഷപൂർവ്വം രാജാവിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുത്തുകയും ചെയ്തു. രാജാവ് ചോദ്യം ആവർത്തിച്ചു. ഭൃത്യൻ വിനയപൂർവ്വം അച്ഛനും അമ്മയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് ഞാൻ കടം വീട്ടുന്നത് പ്രഭു. കുട്ടികളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഞാൻ കടം കൊടുക്കുന്നതാണ്. പിന്നെ ഭാര്യയെ അടുത്ത് നിർത്തിക്ക് പറഞ്ഞു, ഞങ്ങൾ ജീവിക്കുകയും ചെയ്യും പ്രഭു. രാജാവിന് അത്ഭുതമായി, സന്തോഷമായി. കൂടുതൽ സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തുകൊണ്ട് രാജാവ് അവിടുന്ന് പോയി. ഇന്ന് കാലത്ത് അനാഥ മന്ദിരങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് അന്നത്തെ തലമുറയായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. അസൗകര്യങ്ങളുള്ള വീട്ടിൽ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റി തന്നെ ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ട കാലത്ത്, മിക്സിയോ കുക്കറോ യാതൊന്നും ഇല്ലാത്ത കാലത്ത് പോലും ഒരു മുഖം കറുപ്പിക്കലോ ഒരു സങ്കടമോ ഇല്ലാതെ അസൗകര്യങ്ങളിൽ സൗകര്യം കണ്ടെത്തി ജീവിക്കുന്നവരായിരുന്നു മുമ്പുള്ളവർ. ഇന്നാകട്ടെ വല്ലാത്ത മാറ്റം വന്നു അല്ലേ? അഗതി മന്ദിരങ്ങളും കരുണാലയങ്ങളും എല്ലാം ഉയർന്നു വന്നിരിക്കുന്നു. ഒരിക്കലൊരു അച്ഛനെ കൊണ്ട് ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളും കൂടെ അനാഥ മന്ദിരത്തിൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ അപ്പന് അവിടെ കിടക്കാൻ സ്ഥലം തീരെയില്ല, എനിക്ക് അപ്പനെ ശുശ്രൂഷിക്കാൻ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തതിനാൽ അച്ഛൻ ഇവിടെ എൻ്റെ അച്ഛനെ അവിടെ നിർത്തണം ഫാദറിൻ്റെ അടുത്ത്. ഫാദർ പറഞ്ഞു, ഇവിടെ അനാഥർക്കുള്ളതാണ്, നിങ്ങൾ ജീവിച്ചിരിക്കില്ലേ, നിൻ്റെ അപ്പൻ എങ്ങനെ അനാഥനാവും? മകൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തണം. ഫാദർ പറഞ്ഞു, ഇതിന് അച്ഛനിവിടെ നിർത്താൻ പറ്റില്ല, അതിന് പകരമായിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഇതിനോടനുബന്ധിച്ച് തൊട്ടപ്പുറത്ത് കുട്ടികളെ നിർത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ അസൗകര്യമുള്ള അപ്പൻ്റെയും അമ്മയുടെയും മക്കളെ ഞങ്ങളവിടെ നിർത്തി നോക്കുന്നുണ്ട്. നിങ്ങളുടെ മക്കളെ വേണമെങ്കിൽ അവിടെ നിർത്താം. ഈ ഭാര്യയും ഭർത്താവും കൂടെ ക്ഷുഭിതരായി. അത് നടക്കില്ല, അവരെൻ്റെ കൂടെ വളരണം എന്ന് പറഞ്ഞ് വാശിയായി. അപ്പോൾ ഫാദർ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിടാൻ പറ്റില്ല, നിന്നെ വളർത്തി വലുതാക്കി ഇത്ര വരെയായ അപ്പനെ അനാഥമന്ദിരത്തിൽ നിനക്ക് തള്ളാൻ പറ്റും, എനിക്കിത്രേ പറ്റുള്ളൂ, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു. ഇന്നത്തെ തലമുറയും മുന്നത്തെ തലമുറയും തമ്മിലുള്ള മാറ്റങ്ങൾ എന്താണ്? ഇന്ന് പഴയ തലമുറയിലുള്ള ആൾക്കാരെ സ്വീകരിക്കാനോ അവരുടെ ആ ഒരു കൂട്ടുബന്ധത്തിൽ നിൽക്കാനോ ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടമില്ല. അതിനുവേണ്ടി എത്ര പൈസ കൊടുത്തിട്ടായാലും ഇതുപോലുള്ള മന്ദിരങ്ങളിൽ നിർത്താനാണ് അവർക്ക് തിരക്ക്. അണുകുടുംബമായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരുപാട് സൗകര്യങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് നമുക്ക് മാതാപിതാക്കൾ ഒരു അസൗകര്യമായി മാറുന്നു. എന്നാൽ പഴയ കാലത്തോ അസൗകര്യങ്ങളുടെ കൂട്ടിൽ നിന്ന് അവർ ഉള്ള സൗകര്യത്തിൽ അവർ സന്തോഷമായി ജീവിച്ചിരുന്നു. നമുക്ക് ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ഇങ്ങനെയാണോ നമ്മൾ നമ്മുടെ അപ്പനെയും അമ്മേനെയും സൂക്ഷിക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത്? നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു മാതൃക കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചിന്തിക്കുക.